നമുക്ക് വല്ല മണാലി പോയാ വീടും കൂടിയൊക്കെ എന്തുവാടാ എനിക്കില്ലേ ഇപ്പൊ ഞങ്ങൾ ആലപ്പുഴ ഉള്ള ഒരു വീടും കൂടി ഉള്ള ഒരു നിക്കട്ട ഞാൻ ആലപ്പുഴ ഉള്ള ട്രിപ്പിലൊന്നും ഞാനല്ല. ഒന്നാമത്തെ കാര്യം കുറച്ച് പരിപാടി ഉണ്ട്, ജോലി ഇതൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഞങ്ങൾക്കൊന്നും ജോലിയില്ലെന്ന് അത്രയും ദൂരം എനിക്ക് വരാൻ വയ്യ. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ അവന്റെ കാര്യമില്ല പോയി ചാടിയാലേ. അതുകൊള്ള കടലിൽ ചാടിയാല. അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രിപ്പ് നടക്കും, എല്ലാം നടക്കും. നമുക്ക് നമ്മുടെ കാറുണ്ടല്ലോ, അത് നമുക്ക് പൂളാക്കിയാലോ. എടാ കാറ് പൂളാക്കണം. കാറ് പൂളാക്കി നീ നോക്കി ആരെങ്കിലും കണ്ടോ കാറ് പൂളാക്കണം? നമ്മൾ ലോറി പ്രാവശ്യം പൂളാക്കിയായിരുന്നു. നമുക്ക് ലോറി പൂളാക്കാമെങ്കിലാണ് കാറ് പൂളാക്കാൻ പറ്റുന്നത്. ലോറി പുറയിൽ കുറെ സ്പേസ് ഉണ്ട്. ഓ, അത് കിട്ടുന്ന ഒരു ഐഡിയ ആണ്. നമ്മുടെ സ്വന്തം കാറ് പൂളാക്കുക എന്നുള്ളത് ഒരു സൂപ്പർ ഐഡിയ ആണ്. സഞ്ജു ക്യാരി ഓൺ. ഇതിനകത്ത് ഇത്ര സ്ഥലമുള്ളൂ, പക്ഷെ നമ്മള് കാറ് ഇന്ന് പൂളാക്കും. എങ്ങനെയാണ് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് നമ്മുടെ ബെൻസിലല്ല, മറിച്ച് നമ്മുടെ ബിഗ് ബോയിലാണ് നമ്മൾ ഇന്നൊരു പൂൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ കാറിന്റെ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ വിൽക്കാനായിട്ട് വരും. അപ്പൊ ഈ കാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം പൂളാക്കാൻ വേണ്ടി പോകുന്ന കാറാണ്, അതായത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോകുന്ന ഒരു കാറാണ്. അതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. ബാക്കി നോക്കാം. നമ്മുടെ പിള്ളേരാണെങ്കിൽ സർപ്പോളൊക്കെ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡിക്ക് കൊണ്ട് ഫുള്ള് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ വൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പാടുകളാണ് എല്ലാവരും ഒരുത്തരവിടെ ഗെയിമും കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പൂളിന്റെ വണ്ടിക്കകത്തുള്ള പൂളിന്റെ പരിപാടി ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കുവാണ്. ഇനി പുറത്ത് വന്നിട്ട് വേണം നമ്മൾ ഇതിന്റെ അകത്ത് വാട്ടർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ. ഇത്രയും ചെയ്തത് നമുക്കൊരു പ്രശ്നമില്ല. അതായത് അവന്റെ വണ്ടി, അവന്റെ വീട്, അവന്റെ ടാർപ്പായി, അവന്റെ വെള്ളം, അത് വെച്ചിട്ട് അവൻ എന്ത് വേണേലും ചെയ്തോട്ട്. അവന്റെ സ്വന്തം വണ്ടിന്റെ ഉള്ളിൽ അവൻ എന്ത് വേണേലും ചെയ്തോട്ട്. ഒരു വണ്ടിപ്രാന്തന്മാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടില്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവന്റെ പൈസയ്ക്ക് അവൻ എന്ത് വേണേലും ചെയ്തോട്ട്. ഇത് ആദ്യം എനിക്ക് കണ്ടപ്പം വിചാരിച്ചത് ഇതൊരു കഴപ്പാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ വീഡിയോ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ആദ്യം വിചാരിച്ച കാര്യം തന്നെയാണ്. കാരണം ഇത് കഴപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് ബാക്കി എന്താ ഇവർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇത്രയും ചെയ്തതൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. ഓക്കെ, ചെയ്തോ. അവന്റെ വണ്ടിയില് അവൻ ഫുള്ള് വെള്ളമാക്കി. എന്നിട്ടോ ഇവൻ ഇറങ്ങുന്ന എങ്ങോട്ടാ? പബ്ലിക്കിലേക്ക്. അതായത് പബ്ലിക് റോഡിലേക്ക് ഇവന്റെ ഈ സാധനം കൊണ്ട് ഇറങ്ങി. ഇവൻ ഈ വണ്ടിക്കകത്ത് വെള്ളമാക്കിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ അതിൻ്റെ അകത്ത് കടന്ന് കുളിക്കുന്നതിനെ കുറിച്ചോ ഒന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. ഇവൻ ഈ സാധനം കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ബാക്കിയുള്ള വണ്ടിക്കാർക്കും റോഡിലൂടെ പോകുന്നവന്മാർക്കും പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത്. അത് നമുക്ക് എന്തായാലും വെറുതെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോഡിലൂടെ വണ്ടിക്കകത്ത് വെള്ളം നിറച്ച് പോകുമ്പം എത്രത്തോളം അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാണ്ടതന്നെ നിങ്ങൾക്കറിയാം. എന്നിട്ടാണ് ഈ ബുദ്ധിയില്ലാത്തവൻ ഇതേ വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങിയേക്കുന്നത്. ഇവിടെ ചേച്ചിയൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നത്. ഓ, എന്ത് ഇവിടെ നടക്കുന്നു. താങ്ക് യു ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ ആദ്യം പറയാൻ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ, അതിന്റെ അകത്ത് ഒരു കരിക്ക് വെള്ളം കുടിച്ച് അതിപ്പോ കരിക്ക് കഴിച്ചപ്പോഴ ഒന്നോ രണ്ടോ പേർക്ക് ബുദ്ധിയില്ലായ്മയൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ഇതൊരു കൂട്ടം തന്നെ, അതൊരു ഫാമിലി അടക്കം ഇങ്ങനത്തെ ഈ തെണ്ടിത്തരത്തിന് കൂട്ടുവെക്കുന്നതെന്ന് അറിയുമ്പോഴാണ് കലിപ്പ് വരുന്നത്. ഈ സാധനം എടുത്തിട്ട് ഇവൻ നടുറോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഫുള്ള് ബ്ലോക്ക് ആക്കുന്നത് എന്തോന്നല്ലേ ഇത്? അവിടെ ചോദിക്കാനും പറയാനും പോലീസ് MVD ഒന്നും ഇല്ലേ? ഇവിടെ ഒരു ഹെൽമെറ്റ് ഇടാണ്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ച് അന്നേരം ഓടി വരുന്ന MVDയും പോലീസൊക്കെ എവിടെ പോയി? എന്തൊക്കെയാ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഈ എന്തൊക്കെയാ ഷെടാ. സഞ്ജു കുറേ നാളായിട്ട് വെറുതെ ലവറിന്റെ വീഡിയോയും അതും ഇതൊക്കെ ആയിട്ട് ഇപ്പൊ ഇത് എവിടുന്നോ കണ്ട്
എന്നിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ ആവേശത്തിൻ്റെ അകത്ത് അവസാനം മറ്റേ ലോറിയിലെ ബാക്കിൽ ഒരു പൂളാക്കുന്നില്ല, അത് കണ്ടിട്ട് ഒറ്റ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം വീടിൻ്റെ മുറ്റത്തിരുന്നാക്കുകയാണ് ഒരു പ്രശ്നമില്ല. നാട്ടിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇവൻ്റെയൊക്കെ അഭ്യാസം. എന്നിട്ട് ഇത് അവസാനം നമുക്ക് കണ്ടു നോക്കാം. അതുണ്ടോ അവസാനം റോഡിൽ ബ്ലോക്കാക്കി നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് പോയി അവസാനം ഡോറ് തുറന്ന് വെച്ച് നട റോഡിലേക്ക് വെള്ളം ഒഴുക്കി വിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. വണ്ടി എടുക്കാൻ പറ്റില്ല, വണ്ടിയൊക്കെ എടുക്കാൻ പറ്റും. അത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് കിടന്ന് ചിരിക്കുവാണ്. നടു റോഡിൽ വണ്ടി നിർത്തിയിട്ട് വെള്ളം തുറന്നു വിടുന്നു. അപ്പോൾ ഏതായാലും സംഭവം MVD നൈസായിട്ട് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ MVD പൊക്കിയതിന് ശേഷമുള്ള റിയാക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളൊരു കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറിനകത്ത് ഒരു റണ്ണിങ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെച്ചും റോഡെ കൂടെ ഓടിച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ എയർ ബാഗ് കാര്യങ്ങളൊക്കെ പൊട്ടിയായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് കുറേ ആൾക്കാർ വൻ കമൻസ് ആണ് താഴത്ത്. നിനക്ക് കാശിൻ്റെ കുത്തിക്കഴപ്പാണ്, കഴിച്ചതിൻ്റെ എല്ലിട കയറിയിട്ടാണ്, കഴപ്പാണ്, അതാണ് കാശ് കൂടിയതിൻ്റെയാണ്, ഈ കാശൊക്കെ വെറുതെ നിനക്ക് കിട്ടിയല്ല, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്. പിന്നെ കുറേ എണ്ണമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നിന്നോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ, ഈ കാശ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എനിക്ക് വെറുതെ വഴിയിൽ നിന്ന് കിടന്ന് കിട്ടിയത് ആ മരം കുലുക്കിയപ്പോൾ വീണതൊന്നും അല്ല. ഇത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് തന്നെയാണ്. അത് യൂട്യൂബിൽ നിന്ന്. എനിക്ക് വേറെ എൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾ ക്യാഷ് എടുത്തിട്ട് എന്ത് വേണേലും ചെയ്തോ. നിങ്ങൾ ഉണ്ടാക്കിയ പൈസയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ പബ്ലിക് റോഡിൽ ചെയ്യുന്നത് അത് നിയമലംഘനമാണ്. ഓക്കെ, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, മരം കുലുക്കിയിട്ടോ കുലുക്കാണ്ടോ എന്താ പറയുക നട്ടിട്ടോ കൊയ്തിട്ടോ എങ്ങനെ വേണേലും പൈസ ഉണ്ടാക്കിയോ. ആ പൈസ വെച്ചിട്ട് വണ്ടിൻ്റെ അകത്ത് വെള്ളം ഇതാക്കിയിട്ട് നടുറോട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യുക. അല്ലാണ്ട് നിങ്ങളുടെ വണ്ടി കത്തിക്കോ വീട് കത്തിക്കോ എന്ത് വേണേലും ചെയ്യും, ഒരു പ്രശ്നമില്ല. ഓക്കെ സാറേ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക? ഇപ്പൊ പ്രശ്നം എന്താണ് ഏതാണുള്ളതെന്നുള്ളതൊക്കെ നിങ്ങൾക്കല്ലേ ഇതിന്റെ ഇതെല്ലാം യൂട്യൂബേഴ്സ് ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യണതാണ്. ഇത് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണം. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്. അതേപടി ഞാൻ കേരളത്തിൽ പക്ഷെ ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതായത് ചോദിച്ചു സജീബ, തൽക്കാലം ഇപ്പൊ ഇത് ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് TC ഓഫീസിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം. അപ്പൊ ഔദ്യോഗികമായിട്ട് RTO, ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO തിങ്കളാഴ്ച, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ഈ പറഞ്ഞു പണി കിട്ടി. ആ വണ്ടി ഓടിച്ചവന്റെ ലൈസൻസ് പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സഞ്ജു അറിഞ്ഞുകൊണ്ട് സ്വയം വണ്ടി ഓടിക്കാതിരുന്നതാണ് കൂട്ടുകാരനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചത്. കാരണം ഇതെന്തായാലും പണി കിട്ടുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ സഞ്ജു എന്ത് ചെയ്ത് കൂട്ടുകാരനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ലൈസൻസ് പോകുന്ന അവൻ്റെ അല്ലേ പോകുള്ളൂ. പക്ഷേ പൊന്നു ചങ്ങായി, ലൈസൻസ് പോകണം എനിക്ക് തോന്നുന്നു രജിസ്ട്രേഷനും ഇത് കേസാവുകയാണെങ്കിൽ വണ്ടീൻ്റെ രജിസ്ട്രേഷനും ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാരൻ്റെ ലൈസൻസ് കളഞ്ഞ നമ്മുടെ സഞ്ജു ടെക്കി ഏതായാലും കൂട്ടുകാരൻ്റെ കൂടെ ഒരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. അപ്പം സഞ്ജു ടെക്കി എന്ന് പറയുന്ന ടെക്കി ചേട്ടാ, നിങ്ങൾ കാർ എടുത്തിട്ട് എന്ത് അഭ്യാസം കളിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് സാധനം എടുത്തിട്ട് നിങ്ങൾ എന്ത് അഭ്യാസം കളിച്ചോ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ അതുമായിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പം നമ്മൾ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ പ്രതികരിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ MVD അല്ലെങ്കിൽ പോലീസ് എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചെന്നിരിക്കും. അത് കണ്ടിട്ട് വെറുതെ നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് ചീത്തം പറഞ്ഞു വന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ.